എന്താണ് മാലിന്യം കൂടെ ഇവിടെ കാര്യം എന്താണ്? അത് ചേട്ടാ എന്റെ വീട്ടിൽ സ്ഥലമില്ല ചേട്ടാ. തന്റെ വീട്ടിൽ സ്ഥലം താൻ ഇവിടെ ഇടേണ്ടത്. താൻ വേറെ എന്തെങ്കിലും ചെയ്യണം ചേട്ടാ. എന്റെ വീട്ടിൽ സ്ഥലം ഞാനത് അത് പറ്റൂല. ഇപ്പൊ പോലീസിൽ അടിക്കണം. അയ്യോ പറ്റൂല. വണ്ടി നമ്പർ 7144 അബദ്ധം കാണിക്കില്ല ചേട്ടാ. താൻ തിരിച്ചു കൊണ്ടുപോകണം. തിരിച്ചെടുക്കണം. ഞാൻ എടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരെല്ലാരും വിളിക്കും. മക്കളെ കച്ചറൊക്കെ ഇവിടെ ഭയങ്കര അബദ്ധം കാണിക്കില്ല ചേട്ടാ. അബദ്ധം കാണിക്കില്ല. ഞാൻ എന്റെ അവരെന്താ ചെയ്യേണ്ടത്? അത് തിരിച്ചെടുക്കുക. ആണോ? ഞാൻ എടുത്തോളാം പ്ലീസ്. ഞാൻ അല്ലെങ്കിൽ ഞാൻ വിളിക്കും. അപ്പൊ അത് ഒരു എനിക്ക് വീട്ടിൽ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചാൽ എനിക്ക് വീട്ടിൽ വെക്കാൻ പറ്റില്ല. അല്ല, ഞാനൊരു പ്രമുഖനല്ല. ഞാൻ ഒരു നാട്ടിലെ അറിയപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് താൻ പ്രമുഖനായ താൻ ഈ കച്ചവടം നിൽക്കുമ്പോ താൻ ഇത് പ്രമുഖനാവുന്നു. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ എന്റെ വീട്ടിൽ ഇത് നമുക്കൊരു പണി ചെയ്യണം. അല്ല ചേട്ടാ, കുറച്ച് തേങ്ങ പൊതിച്ചതിന്റെ മടലും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വീട്ടിലിടാൻ സൗകര്യം. തടവിടാന്ന് വെച്ചാൽ അതിന് സൗകര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണം? ചേട്ടൻ എത്രയേ വേണ്ട? എനിക്കൊന്നും വേണ്ട. അന്നാ ഞാനൊരു പണിയില്ല. മടലാണ് എന്നിട്ട് വേറെ ഒന്നുമില്ല. മടല് മാത്രം. മടലാണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ട് എത്തിച്ചോളാം. അങ്ങനെ ഒരു ഉപകാരം ചെയ്യാം. എന്നൊരു കാര്യം ചെയ്യാം ചേട്ടാ. ഞാൻ എല്ലാ മാസവും എന്റെ വീട്ടിൽ മടലുണ്ടാവും. ഞാൻ ചേട്ടന് തന്നോട്ടെ. ഒരു നിശ്ചയമായിട്ടൊരു വരുമാനം തരുകയും ചെയ്യാം. ഞാൻ എന്റെ വീട്ടില് വിറകൂച്ച കത്തിക്കണം. അപ്പൊ മടലിലേക്ക് സഹായമുള്ളത്. തീർച്ചയായും. അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഞാൻ ഒരു നിശ്ചയം തുക തരാം. ഇത് അവരെടുക്കുന്നില്ലെന്നേ. എനിക്ക് തുക വേണ്ട. എനിക്ക് മടല് മാത്രം. അല്ല, അവരെടുക്കുന്നില്ലെന്നേ. ഈ സാധനം അവര് ഹരിതക്കാര് എടുക്കുന്നില്ല. ഇത് തിരിച്ച് വണ്ടി കയറ്റിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ വെച്ചാൽ മതി. അവിടെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കണം. അതിൽ വേസ്റ്റ് ഒന്നും ഇല്ലല്ല. ഇല്ല എന്റെ പൊന്നു ചേട്ടാ. മടല് മാത്രമല്ല. അതാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞത്. എന്റെ വീട്ടിൽ പൊതിക്കുന്ന ആ മടല് ചേട്ടൻ എടുക്കാൻ പറ്റുമോ? എടുക്കും. ഉറപ്പാണല്ലോ. അപ്പൊ ചേട്ടൻ ഞാൻ ഒരു നിശ്ചിത തുക കാണാമല്ലോ. കണ്ടോ? അയ്യോ ചേട്ടാ ഇങ്ങടെ അതല്ലേ പറഞ്ഞു. ചേട്ടാ ഒന്ന് നോക്ക് ചേട്ടാ. അപ്പൊ ആ ജംഗ്ഷനിൽ വെച്ച് കഴിഞ്ഞാ ഇത് കണ്ട. ഞാൻ ഒന്നും പറഞ്ഞില്ല ചേട്ടാ. ഇത് കണ്ടോ? രണ്ട് തേങ്ങ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിട്ടു. ചേട്ടാ ഇത് കണക്കിനാണ് ഞാൻ ഈ തേങ്ങ ഒപ്പിക്കണത് തന്നെ. അത് തന്നെ ഒരു കഷ്ടപ്പാടാ. ഇപ്പൊ മടല് ഞാൻ എടുക്കാന്നുണ്ട്. രണ്ട് തേങ്ങ എടുത്ത് എനിക്ക് സന്തോഷമേ. തീർച്ചയായും ചേട്ടന് 2 തേങ്ങ തന്നാ പോരെ? അത് മതി. അപ്പൊ ഈ മടലും ഇതിനോട് അനുബന്ധിച്ചിട്ട് സാധനം ചേട്ടൻ എടുക്കുമല്ലോ. ഉറപ്പല്ലേ? അപ്പൊ ചേട്ടന് ഞാനൊരു നിശ്ചിത തുക തരാം. ഇവരൊന്നും എടുക്കുന്നില്ലെന്നേ. ഇവരാരും എടുക്കുന്നില്ല ഈ സാധനം. തുക വേണ്ട. മടലും 2 തേങ്ങ ഉറപ്പല്ലേ ചേട്ടാ? ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഈ സാധനം ഇപ്പൊ ഇവിടെ കൊണ്ടെത്തിക്കണം. ജംഗ്ഷനിൽ വെച്ചാൽ മതി. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ അങ്ങോട്ട് പോകും. ഞാനിപ്പോ വല വീശിക്കൊണ്ടിരിക്കുന്നു. ആണോ? അത് കഴിഞ്ഞ് വരുമ്പോ ഈ മടലും 2 തേങ്ങ ഉറപ്പാണല്ലോ. ചേട്ടാ വീശി കഴിഞ്ഞാൽ 2 പിലോപ്പിന് തന്നെ അത് തരും. ഉറപ്പല്ലേ? അപ്പൊ ചേട്ടന് ഈ സാധനം ഞാനിപ്പോ ഇവിടെ കൊണ്ട് ആ ജംഗ്ഷനിൽ വെക്കണം അല്ലേ? ആ ജംഗ്ഷനിൽ വെച്ചാൽ മതി. എന്താണെന്നറിയോ ചേട്ടാ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തേങ്ങയുടെ കാര്യം മറന്നു പോകരുത്. മറക്കില്ല. 2 തേങ്ങ ഇതിനകത്ത് ഞാൻ മറക്കില്ല. വീട്ടിൽ ചെല്ലുമ്പോ മടങ്ങി മാത്രമേ തേങ്ങ. ഞാൻ എന്ത് പറയും? അപ്പൊ 2 തേങ്ങ പറയും. ഇത്ര മടങ്ങ് കിട്ടി. അപ്പൊ 2 തേങ്ങ കിട്ടിയത് അതാണ്. അപ്പൊ എന്തായാലും ചേട്ടനൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചേട്ടന്റെ കാര്യങ്ങൾ ഞാൻ നടത്തിച്ചു. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. പ്രശ്നം ഉണ്ടാക്കല്ലേ. പ്രശ്നം ഉണ്ടാക്കിയാൽ മടലാണ് പ്രശ്നം ഇവിടെ. ചേട്ടാ ഞാൻ ഒരു വേസ്റ്റ് കൊണ്ട് നിട്ടുപോയി. അത് ഇദ്ദേഹം പറഞ്ഞു ഭയങ്കര പ്രശ്നം. മടലാണ്. അതും വേസ്റ്റല്ലേ? അപ്പൊ ആള് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേസ്റ്റ് അല്ലാത്തോണ്ട് മടല് ഞാൻ കൊണ്ടുപോയിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു 2 തേങ്ങ ഉണ്ടാകരുതട്ടാ. നാട്ടുകാരും പ്രശ്നം ഉണ്ടാക്കരുത്. അവിടെ വെക്കണം. ആ ജംഗ്ഷൻ അയാളും പറഞ്ഞാൽ കത്തിക്കാന്ന്. ഈ മടലിലോട്ട് 2 തേങ്ങ സന്തോഷമാണ് നമുക്ക്. എങ്ങനെ ശരിയല്ലേ?